നമുക്ക് സനാതനധർമ്മത്തിൽ വൈദിക ധർമ്മത്തിൽ 30 മുക്കോടി ഈശ്വരന്മാർ എന്നൊക്കെയാണ് സങ്കല്പം. പക്ഷേ 30 മുക്കോടി അല്ല, വാസ്തവത്തിൽ എത്ര ജനസംഖ്യയുണ്ടോ, എത്ര ജീവികളുണ്ടോ, അവരെല്ലാവരും ഈശ്വരന്മാരാണ് ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൽ ഏറ്റവും നമുക്ക് ആകർഷകമായ, അല്ലെങ്കിൽ ഏറ്റവും നമ്മൾ ഓൾമൈറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ ഈശ്വരത്വം, ഭഗവത്വം ഉള്ള ഒരാളാരാന്ന് ചോദിച്ചാൽ ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഈശ്വരരൂപം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന ഭാവത്തിൽ തന്നെയാണ്. വാസ്തവത്തിൽ ഭാഗവത പ്രകാരം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അവതാരങ്ങളാണ് ബാക്കി ത്രിമൂർത്തികളടക്കമുള്ള എല്ലാവരും. അവതാരി എന്നുള്ളത്, അവതാരം എടുത്തവൻ, അത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് എന്നാണ് സങ്കല്പം. അപ്പോൾ ഭഗവാന്റെ 120 കൊല്ലക്കാലമുള്ള മഥുര, ഗോകുല, ദ്വാരക ലീലകളാണ് ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിലും വാസ്തവത്തിൽ ഇന്നിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞ വാക്കുകളിലൂടെ, അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ച ജീവിതശൈലിയിലൂടെയാണ് ഇന്നും ഈ 2026 ലോകം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നോക്കിയാൽ അറിയാം, വിദേശങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് 2 പ്രതിഷ്ഠയാണ് പ്രധാനമായിട്ട് ഹിന്ദുക്കളുടെ പ്രതിഷ്ഠ. വിദേശങ്ങളിൽ പ്രതിഷ്ഠിക്കുന്നത് ഒന്ന് അയ്യപ്പനായിരിക്കാം, മറ്റൊന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. കലിയുഗവരദൻ എന്ന പേരിൽ ഭഗവാൻ ധർമ്മശാസ്താവിനെ അല്ലെങ്കിൽ അയ്യപ്പനെ നമ്മൾ പൂജിക്കുന്നു. പക്ഷേ ഭാഷാതീതരായി നമ്മൾ മലയാളികൾ കലിയുഗവരദനെ പൂജിക്കുന്നു. ഭാഷാതീതമായി ഈശ്വരഭാവത്തിൽ ഹിന്ദുക്കൾ പൂജിക്കുന്നത് ലോകത്തിലെ ഏത് രാജ്യങ്ങളിലും അത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ്. അത് ശ്രീകൃഷ്ണ തത്വം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹം ബ്രഹ്മ പരം ധാമ, അതായത് ഞാൻ തന്നെ ബ്രഹ്മം, നീയും ബ്രഹ്മം. അപ്പം സ്നേഹം, പ്രേമം ഇത് അളവില്ലാതെ ജീവജാലങ്ങളിലേക്ക് ഒഴുക്കുക എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പ്രകടിപ്പിച്ച ജീവിതശൈലി. നമുക്കറിയാം, ഇന്ന് യുദ്ധങ്ങളും ഒരുപാട് ക്ഷാമങ്ങളും കാരണം ക്ഷേമം മനുഷ്യന് ഇല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. ഇതിനൊക്കെ കാരണം ഈ പാരസ്പര്യം ഇല്ലാതെയാണ്, അതായത് ഈഗോ. ഈ ഈഗോ ഇല്ലാതെയാക്കണം എന്നാണ് ഭഗവാന്റെ ഏത് രൂപത്തിലുള്ള ഉപദേശം. ഇപ്പോൾ ഭഗവത്ഗീതയായാലും ഇനി ഭാഗവതത്തിൽ ഉദ്ധവഗീതയുണ്ട്. ഏത് രൂപത്തിലുള്ള ഭഗവാന്റെ ഉപദേശം നോക്കിയാലും മനുഷ്യൻ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നിസ്സഹായനാണ് എന്നും ഒപ്പം മറ്റുള്ളവരെ സ്നേഹിക്കാതെ ഇവിടെ നിലകൊള്ളാൻ സാധിക്കില്ല എന്ന തത്വത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണം എന്നുള്ളതാണ് ഭഗവാന്റെ സന്ദേശമല്ല. ഭഗവാൻ ഇവിടെ ജീവിച്ചത് 120 കൊല്ലക്കാലം ജീവിച്ചു. ഇതിൽ 12 കൊല്ലക്കാലം ഗോകുലത്തിൽ ഇടയന്മാരുടെ ഇടയിൽ ജീവിച്ചു. ബാക്കിയൊക്കെ ദ്വാരകയിൽ രാജാവായിട്ട് തന്നെ ഭഗവാൻ ജീവിച്ചു. ഇത് രണ്ടും മനുഷ്യൻ്റെ ഭാവങ്ങളാണ്. അതായത് ദാസ്യഭാവം, പിന്നൊന്ന് മുതലാളിത്ത ഭാവം, അധികാരഭാവം. ഈ അധികാരി ഭാവത്തിൽ എന്താ വേണ്ടത്? നമുക്ക് മലയാളികൾക്കുള്ള കൺഫ്യൂഷൻ, അധികാരി എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ചവിട്ടിമതിച്ച് തൻ്റെ അധികാരം മുഴുവൻ പ്രയോഗിക്കുന്ന ഒരു ശൈലിയാണ് നമ്മൾ ധാരാളം കേട്ടിരിക്കുന്നത്. പക്ഷേ അധികാരം എന്നുള്ളത് എപ്പോഴാണ് ഒരുവന് അധികാരം ലഭിക്കുന്നത്? അത് സ്നേഹം കൊണ്ട്. നമ്മൾ വരുമ്പോൾ ഒരാൾ എഴുന്നേൽക്കുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോഴേ ആ എഴുന്നേൽക്കുന്ന ബഹുമാനം ഉണ്ടാവുള്ളൂ. ഭഗവാൻ ഇതാണ് നമ്മളെ പ്രധാനമായിട്ടും പഠിപ്പിച്ചത്. അതിപ്പോൾ ഇടയരൂപത്തിൽ വനഭോജനം ചെയ്യുന്നു, ബ്രഹ്മാവിന് സംശയം ഉണ്ടാവുന്നു. ബ്രഹ്മാവ് വിചാരിച്ചു ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വന്ന ഭഗവാൻ ഈ ശുദ്ധവും അശുദ്ധവും ഇല്ലാത്ത, കുളിയും ജപവും ഇല്ലാത്ത ഇടയന്മാരുടെ ഇടയിൽ കളിക്കുകയാണോ എന്ന് സംശയം തോന്നി ബ്രഹ്മാവിന്. ആ ബ്രഹ്മാവിനെ വരച്ചവരയിൽ ഭഗവാൻ നിർത്തിയ കഥയാണ് വനഭോജനം എന്ന പേരിൽ പ്രസിദ്ധമായിട്ടുള്ള കഥകൾ. പിന്നെ ഭാഗവതത്തിൽ ഒരു ഏകദേശം ദശമസ്കന്ധത്തിലാണ് ഈ കഥകൾ പറയുന്നത്. ഏകദേശം ഒരു 10, 15, 12ഓളം അധ്യായങ്ങൾ ഭഗവാന്റെ ബാലലീലയാണ്. പിന്നീടാണ് അതിൻ്റെ ശ്രീകൃഷ്ണലീലയിലേക്ക് വരണത്. നാരായണീയെ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ അധ്യായം ഭട്ടതിരിപ്പാട് അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്നു ബാലലീല പറയാൻ. അപ്പോൾ ബാലനായിട്ടായാലും യുവാവായിട്ടായാലും മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ബോധം സ്നേഹമാണ് എന്നുള്ളതിൽ സംശയമില്ല. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ഭാവത്തിനാണ് മനുഷ്യത്വം, അതിനനുസരിച്ചാണ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇത് ഭഗവാൻ നമുക്ക് കാണിച്ചു തന്നതാണ്. ഭഗവാൻ എവിടെയെങ്കിലും ഉപദേശിച്ചതല്ല, താൻ പ്രവർത്തിച്ചത് ഉപദേശിച്ച ആളാണ് ഭഗവാൻ. അപ്പോൾ എങ്ങനെ ലോകത്തെ സ്നേഹത്തോടെ, ഇത് ഇത്ര വലിയ കാര്യമല്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. നമ്മളെല്ലാവരും വലിയ ടെൻഷനിലാണ് ജീവിക്കുന്നത്. ഭഗവാന് നമുക്കറിയാം 16,000 ചില്ലുവാനും ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊക്കെ ഏകദേശം 1.5 ലക്ഷത്തോളം കുട്ടികളുണ്ടായിരുന്നു ഭഗവാന്. ഇവർക്കൊക്കെ ഫാമിലീസുണ്ട്. അപ്പോൾ മുത്തച്ഛനായിട്ടും മുതുമുത്തച്ഛനായിട്ടും എല്ലാം ഭഗവാൻ ജീവിച്ചിട്ടുണ്ട്. നമ്മളെ എന്തോ കടിച്ചു പിടിച്ച് എന്തോ വലിയ കാര്യം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ജീവിതത്തെ മുന്നിലേക്ക് കൊണ്ടുപോകണത്. ഒന്നുമില്ല. ഞാൻ തന്നെ നീ എന്ന ഭാവം വന്നു കഴിഞ്ഞാൽ സ്നേഹിക്കുക, ചിരിക്കുക, ജീവിക്കുക, സുഖമായിട്ട് ജീവിക്കുക, ആസ്വദിക്കുക. അപരിചിതരെ കാണുമ്പോൾ ചിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. പരിചിതരെ കാണുമ്പോൾ ചിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപരിചിതരെ കാണുമ്പോൾ ചിരിച്ച് പരിചിതമാക്കുക, അവരോടും ഞാനും നീയും ഞാൻ എന്ന ഭാവത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഭഗവാന്റെ ഭാഗവതത്തിലൂടെയുള്ള സന്ദേശമായാലും
ഭഗവത്ഗീത നമുക്കറിയാം. ഭഗവത്ഗീതയിൽ അർജുനൻ എന്താ പറയണത്? അർജുനൻ എന്തൊക്കെയോ കുറേ അറിയാം എന്നുള്ള രീതിയിൽ വലിയൊരു സ്പീച്ച് നടത്തുമ്പോഴാണ് ഭഗവാൻ ഷട്ടപ്പ് എന്ന് പറയുന്നത്. നീയല്ല ഇതൊന്നും പറയാൻ, പ്രജ്ഞാവാദാംശ്ച ഭാഷസേ, ഒന്നും അറിയാത്തവൻ എല്ലാം അറിയുന്നവനെ പോലെ സംസാരിക്കുകയാണ്. അതാണ് നിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. നമ്മൾ ഇന്നത്തെ ഒരു കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് അറിയാനുള്ള താല്പര്യമുണ്ട്, അറിയാനുള്ള ക്ഷമയില്ലാത്തതാണ് നമ്മുടെ ഇന്നത്തെ ബാല്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം. ആ ക്ഷമയില്ലായ്മയ്ക്കാണ് നമ്മൾ യൂട്യൂബും മറ്റ് ആപ്പുകളും ആയിട്ട് നമ്മൾ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണ കഥകളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. ആ ശ്രീകൃഷ്ണ കഥകളിലൂടെ, ഇപ്പോൾ എൻ്റെ ഗുരുനാഥനൊക്കെ പറയാറുണ്ട്, നമ്മളെ തലമുറ പോലെയല്ല ഇന്നത്തെ തലമുറ, ഇന്നത്തെ കുട്ടികൾ ജെൻസി, അവരേറ്റവും സ്നേഹമുള്ള ആൾക്കാരാണ്. പക്ഷേ എന്താ ഈ സ്നേഹം വഴിമാറിപ്പോണത്? സ്നേഹിക്കപ്പെടാൻ ആൾക്കാരില്ല, സ്നേഹിക്കപ്പെടാൻ അവരുടെ സ്നേഹം മനസ്സിലാക്കാനുള്ള ആൾക്കാരില്ല എന്നുള്ളതാണ് ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട്. ഇന്ന് കുട്ടികൾ ഒരു പക്ഷേ മറ്റു പല മാർഗ്ഗങ്ങളിലേക്കും വഴിതെറ്റി പോകുന്നതിൻ്റെ ഒരു കാരണം ശ്രീകൃഷ്ണാവബോധം ഇല്ലായ്മയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭഗവാൻ നടിച്ച ബാലലീലകൾ, ഇനി ഭഗവാൻ യുവാവായിട്ട് നടിച്ച മഹാഭാരത യുദ്ധമായാലും ഭഗവത്ഗീതയായാലും ഭഗവാന്റെ വിവാഹങ്ങളായാലും ഭഗവാന്റെ കുടുംബ ജീവിത കഥകളായാലും, ഇതെല്ലാം ഏതെങ്കിലും വഴിക്ക് നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, അതിനി AI ആയാലും വേണ്ടില്ല, HI ആയാലും വേണ്ടില്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയാലും ഹ്യൂമൻ ഇൻ്റലിജൻസ് ആയാലും, നമ്മൾ ആ വഴിയിലൂടെ ഭഗവാനിലേക്ക് കുട്ടികളെ എത്തിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണാവബോധം കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു വഴിക്കും നമ്മുടെ കുട്ടികൾ പോവില്ല എന്നുള്ളത് അമേരിക്കയിൽ തെളിവാണ്. അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ എന്താ സംഭവം? ഇന്ന് അവർ ശ്രീകൃഷ്ണനെ പരിചയപ്പെടുത്തുകയാണ് കുട്ടികൾക്ക്. അവരിപ്പോൾ സനാതനധർമ്മത്തിലൂടെയാണ് ജീവിക്കുന്നത്, ഭൂരിഭാഗം വിദേശികളെല്ലാവരും. കാരണം സനാതനധർമ്മത്തിലെ അഹം ബ്രഹ്മ എന്ന ബോധമുള്ളൂ. ഞാൻ തന്നെയാണ് ബ്രഹ്മം, ഞാൻ തന്നെയാണ് ജീവൻ, ആ ജീവൻ സ്നേഹിക്കപ്പെടേണ്ടവനാണ്, സ്നേഹിക്കേണ്ടവനാണ്. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ ലീലകളിലൂടെ കാണിച്ചു തന്നു. ഇപ്പോൾ മാതൃസ്നേഹം, യശോദ ഭഗവാന്റെ ബോണ്ടേജ് ഭയങ്കരമാണ്. ഭാഗവതത്തിലും നാരായണീയത്തിലും പറയുന്നുണ്ട്, അമ്മ മകൻ വാത്സല്യം. പിന്നെ ഫാമിലി മാൻ, രുക്മിണി തുടങ്ങിയ 16,008 ഭാര്യമാരെ ഭഗവാൻ ചിരിച്ചുകൊണ്ടാണ് അവരൊക്കെ സ്നേഹിച്ചത്. അതിൻ്റെ അർത്ഥം അതിൽ പ്രശ്നങ്ങളില്ല എന്നുള്ളതല്ല. ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ 60-ാമത്തെ അധ്യായത്തിൽ രുക്മിണിയുമായിട്ടുള്ള ഒരു സംവാദം അവിടെ പറയേണ്ട ഒരു പ്രണയ സംവാദം. ഇപ്പോൾ ഭാര്യമാരോടായാലും ഭർത്താവ് സ്നേഹത്തോടെ പെരുമാറുക, മറ്റുള്ള വഴികൾ സ്വീകരിക്കരുത്. കാരണം അവിടെ അധികാരപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നർത്ഥം. സ്ത്രീ താഴെ, പുരുഷൻ കുറച്ചുകൂടി മുകളിൽ എന്നത് അധികാരപരിധി വേദങ്ങളിലുമില്ല, പുരാണങ്ങളിലുമില്ല, ഭഗവാന്റെ ലീലകളിലുമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ കാണുന്ന വിമൺ എംപവർമെൻറ്റ് ഒരു പക്ഷേ അതിൻ്റെ ആദ്യത്തെ ആൾ ഭഗവാനായിരിക്കും. വാട്ട് നോട്ട് എന്നാണ് ഭഗവാനെ കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. എന്താണ് ഭഗവാൻ അല്ലാത്തത്? 2026 മനുഷ്യൻ ജീവിക്കുമ്പോൾ മനുഷ്യന് സമാധാനം അല്ലെങ്കിൽ ആശ്രയം അല്ലെങ്കിൽ ശാന്തത, ഇതിനെന്താ വഴി എന്നുള്ളതിന് നമ്മൾ ആശ്രയിക്കേണ്ടത് ഭഗവാൻ ശ്രീകൃഷ്ണനെ തന്നെ. നമുക്ക് പല പല ക്ഷേത്രങ്ങളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇന്ന് ഏറ്റവും അധികം ആളുകൾ എത്തിപ്പെടുന്ന ആരാധനാലയങ്ങൾ, ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ എത്തിപ്പെടുന്ന ആരാധനാലയങ്ങളിൽ പ്രധാനം ഏതാ എന്ന് ചോദിച്ചാൽ ഗുരുവായൂരപ്പ ക്ഷേത്രമാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രം പോലെ പ്രധാനമായി എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ വന്ന് തൊഴുതു പോകുന്ന ഒരു ആരാധനാലയം ഏത് വിശ്വാസമായിക്കോട്ടെ വേറെയുണ്ടോ? ബുദ്ധിമുട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അത് ഭഗവാന്റെ ശ്രീകൃഷ്ണ സാന്നിധ്യമാണ് അവിടെ. ആൾക്കാർ പലതും പറയും, അഞ്ജനശിലയായതുകൊണ്ടുള്ള ആകർഷണമാണ്, പിന്നെ അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പല കാരണങ്ങൾ സയൻറ്റിഫിക്കായിട്ടും പറയും, മറ്റും പറയും. നമ്മൾ മാനസികമായിട്ട് പറഞ്ഞു, സൈക്കോളജിക്കലി എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ശ്രീകൃഷ്ണൻ എന്ന ആകർഷകത്വമാണ്. കാരണം അവിടെ ചെല്ലുമ്പോൾ ആ ചിരി കാണുമ്പോൾ വിഗ്രഹമായാലും പോലും കാണുന്നവനുണ്ടാകുന്ന ഒരു സംതൃപ്തിയും ശാന്തതയും വേറെയാണ്. അപ്പോൾ അത് നമ്മൾ സ്ഥിരമാക്കാനാണ് ഭഗവാൻ ഭാഗവതത്തിലൂടെ ഉപദേശിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ആ വഴി കുട്ടികളെ നമ്മൾ കൂടുതൽ ശ്രീകൃഷ്ണ ഭഗവാനിലേക്ക് എത്തിക്കുക. അടുത്ത തലമുറ ഏറ്റവും അധികം ഔത്സുക്യമുള്ളവരാണ്, പിന്നെ കർമ്മശീല ഉള്ളവരാണ്, ആധ്യാത്മികത ഒരുപക്ഷെ നമ്മുടെ ഈ തലമുറയേക്കാൾ കൂടുതലുള്ളവരാണ് അടുത്ത തലമുറ, നമ്മുടെ കുട്ടികൾ. അവരെ നമ്മൾ ജെൻസി എന്നുള്ള പേരിൽ വകതിരിച്ച് അവരെ മറ്റു മാർഗങ്ങളിലൂടെ വിടാതെ ജെൻസിയെ ശ്രീകൃഷ്ണ കഥകളിലൂടെ ബോധവാന്മാരാക്കുക. അവരെല്ലാവരും ലോകത്തിൽ സ്നേഹം പരത്തുന്നവരായിരിക്കും, സ്നേഹിക്കുന്നവരായിരിക്കും, ശ്രീകൃഷ്ണാവബോധം ഉള്ളവരായിരിക്കും. നമസ്കാരം.